Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of trigonometry, which is based on the previous year questions. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ MCQ സെഷൻ ആയാലും 2 മാർക്ക് 3 മാർക്ക് സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ്സസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഓക്കെ, നൗ നമ്മൾ 4 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടെ ആ ഒരു സെഷനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അറിയാലോ, അടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാംസിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ട് കുറേ നാളായി, അടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് എക്സാംസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ടഫായിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാൻ കുറച്ചും കൂടെ കൂടുതൽ സമയം കൊടുക്കുക. മാത്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ചെയ്ത് പഠിച്ചാലല്ലാണ്ട് മാത്സ് നമുക്ക് ഒരു സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാത്സിനൊന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു കാര്യം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ നിങ്ങൾ മാക്സിമം ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും പുറമെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാനായാലും അതെ, നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒറ്റ മാർക്ക് പോലും പോവില്ല. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് നല്ല വൃത്തിയിൽ ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാം ന്യൂമറിക്കൽസ് ആയിട്ടുള്ള സബ്ജക്ട്സിന്, അതല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സിന്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി നല്ല ചൂടോടുകൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാം. സോ first question is, prove that cos A by 1 minus tan A minus sin square A by cos A minus sin A is equal to sin A plus cos A എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2019 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. LHS-ൽ ഈ tan എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട്, ബാക്കി എല്ലാം കോസും സൈനും ആണ്. നമുക്ക് RHS-ൽ വേണ്ടതും സൈനും കോസും തന്നെയാണ്. സോ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ RHS നോക്കി തന്നെ LHS-ൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ടാനിനെ സൈനിന്റെയും കോസിന്റെയും ടേംസിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് LHS, we are writing cos A by 1 minus sin A by cos A minus sin square A by cos A minus sin A. or ഡിനോമിനേറ്ററിൽ നമ്മൾ LCM എടുക്കുകയാണെങ്കിൽ this is cos A minus sin A divided by cos A minus sin square A divided by cos A minus sin A. നല്ല സ്പീഡിലൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരണം കേട്ടോ. നമുക്കത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. നമ്മൾ മെല്ലെ എഴുതി പോയാൽ നമുക്ക് ഒരിക്കലും 3 hours കൊണ്ട് 80 മാർക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി മിസ്റ്റേക്സ് ഓർ വിത്തൗട്ട് സ്കിപ്പിംഗ് എനി ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു കംപ്ലീറ്റ് ദ 80 മാർക്ക് ക്വസ്റ്റ്യൻസ് വിത്തിൻ 3 hours. 3 ഹവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുകയും വേണം. ആൻസർ ഷീറ്റ് ഒന്നും കൂടെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇത് നമ്മൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ് എ എന്താ ചെയ്യുക, ന്യൂമറേറ്ററിൽ പോകും അല്ലേ. ദാറ്റ് ഇസ് കോസ് എ ഇൻറ്റു കോസ് എ, ദാറ്റ് ഇസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ. ആ ഒരു റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ എഴുതിക്കോളൂ. കോസ് എ ഇൻറ്റു കോസ് എ ബൈ കോസ് എ മൈനസ് സൈൻ എ. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ അറിയുന്നവർ ഇങ്ങനെ എഴുതിയാലും മതി. നൗ ഡിനോമിനേറ്റർ രണ്ടിലും കോമൺ ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്ത് എഴുതുന്നു. ഡിവിഷൻ കോസ് എ മൈനസ് സൈൻ എ. ഓക്കെ, നമുക്ക് സൈൻ എ പ്ലസ് കോസ് എ ആണ് വേണ്ടത്, അല്ലെങ്കിൽ കോസ് എ പ്ലസ് സൈൻ എ ആണ് വേണ്ടത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. or this is of the form a square minus b square അല്ലേ. a square minus b square നമുക്ക് എന്താ എഴുതാം, a plus b into a minus b. യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റീസ് ഒക്കെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. സോ ദിസ് ഇസ് cos a plus sin a multiply with cos a minus sin a division cos a minus sin a. നമുക്കറിയാം ഈ cos a minus sin നെയും ഈ cos a minus sin നെയും ക്യാൻസൽ ചെയ്ത് കളയാം.
also our answer will be cos A plus sin A. ഇത് തന്നെയല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. Therefore we have got that LHS is equal to RHS. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ടാനിനെ ജസ്റ്റ് നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ എഴുതുന്നു, ബാക്കിയുള്ള ആൾജിബ്രിക് ഓപ്പറേഷൻസ് ചെയ്യുന്നു, ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു, ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കില്ല. നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എത്തിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിക്കുള്ളൂ. നിങ്ങൾ ആരും ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പേടിക്കേണ്ട. ഓക്കെ, നന്നായി പഠിച്ചു വെക്കുക. tan A plus tan B division cot A plus cot B is equal to tan A into tan B. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നമ്മളുടെ അടുത്ത് 2019 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കി നോക്കാം. LHS കോട്ടിന്റെ ടേം വരുന്നുണ്ട്, RHS പ്യുവർലി ടാനിന്റെ ടേം വരുന്നുള്ളൂ. സോ ഫസ്റ്റ് അവർ സ്റ്റെപ്പ് ഇസ് ടു ചേഞ്ച് കോട്ട് ഇൻ ടേംസ് ഓഫ് ടാൻ. കോട്ടിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ടാനിലേക്ക് മാറ്റുന്നു. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് LHS. അതിവിടെ എഴുതണം ഏതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ളത്. സോ tan A plus tan B division 1 by tan A plus 1 by tan B. ഓക്കെ, ഇതെന്ത് എഴുതാനായിട്ട് പറ്റും? tan A plus tan B division, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ദാറ്റ് ഇസ് tan B plus tan A division tan A into tan B. ഉത്തരത്തിലേക്ക് എത്തി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നേരെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ദാറ്റ് ഇസ് tan A plus tan B into tan A tan B ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ? അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. A plus B എന്ന് എഴുതിയാലും B plus A എന്ന് എഴുതിയാലും ഈക്വൽ തന്നെയാണ്. സോ ഞാൻ ഇത് tan A plus tan B എന്ന് തന്നെ എഴുതാൻ പോവാണ്. സോ വി ക്യാൻ ക്യാൻസൽ ദിസ്. ഇത് ക്യാൻസൽ ചെയ്യുന്നത് ഇവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ ഇപ്പോഴും അത് തെറ്റുവരുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. സോ അവർ ആൻസർ ഇസ്, ഇവിടെ 1 വരും, ഇതും 1 വരും. ദാറ്റ് ഇസ് 1 into tan A tan B ഇസ് tan A into tan B. ഇത് തന്നെയല്ലേ നമ്മളുടെ RHS, tan A tan B. സോ വി ഹാവ് ഗോട്ട് ദാറ്റ് LHS is equal to RHS. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് എഴുതി ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുന്നതിനാണ് നമുക്ക് 4 മാർക്സ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം? മൈൻഡിൽ ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു എക്സാമിന്റെ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അങ്ങനെ ബ്ലാങ്ക് ആവാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസോടുകൂടെ നമ്മൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യാൻ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മൾ ബ്ലാങ്കും കാര്യങ്ങളും ഒന്നും ആവില്ല. Prove that 1 plus sin theta the whole square plus 1 minus sin theta the whole square division cos square theta is equal to 2 into sec square theta plus tan square theta division sec square theta minus tan square theta. സോ ഈ ഒരു ക്വസ്റ്റ്യനും 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ LHS സൈനും കാസും ആണ്.
RHSൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സീക്കും ടാനും ആണ്. ഇപ്പൊ കോസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം സീക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടില്ല, സൈൻ ബൈ കോസ് വന്നു കഴിഞ്ഞാലും ടാൻ വരാൻ ബുദ്ധിമുട്ടില്ല. അതായത് ഇവിടെ നമുക്കൊന്നും മാറ്റാനില്ല, ബിക്കോസ് ഇവിടെ കോസിന്റെ ടേമും ഉണ്ട് സൈനിന്റെ ടേമും ഉണ്ട്. സൈൻ കോസ് ടേം ഒക്കെ കിട്ടി കഴിഞ്ഞാൽ സീക്കും ടാനും ഒക്കെ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഒന്നും മാറ്റാനില്ലാത്ത സ്ഥിതിക്ക് നൗ വി ആർ ഗോയിങ് ടു സിംപ്ലിഫൈ ബോത്ത് LHS ആൻഡ് RHS സെപ്പറേറ്റ്ലി. LHS എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു, RHS എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു. ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദം ബോത്ത് ഈക്വൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് LHS ആൻഡ് RHS ആർ ഈക്വൽ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. പല ക്വസ്റ്റ്യൻസിലും അങ്ങനെയും ചെയ്യേണ്ടി വരാം. LHS മാത്രം എടുത്തിട്ട് നമുക്ക് ഒരിക്കലും RHSലേക്ക് എത്താനായിട്ട് സാധ്യത കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ simultaneously solving LHS and RHS. LHS എടുത്തു കഴിഞ്ഞാൽ this is a plus b whole square അല്ലെ, this is a plus b whole square and this is a minus b whole square. ഇപ്പൊ LHS ഞാൻ ഒന്ന് എഴുതാം, that is 1 plus sin theta the whole square 1 minus sin theta the whole square division cos square theta. ജസ്റ്റ് ഇതൊന്ന് a plus b whole squareും a minus b whole squareും വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. So this is 1 plus sin square theta plus 2 sin theta plus 1 plus sin square theta minus 2 sin theta അല്ലെ, ഇതാണ് നമുക്ക് വരുന്നുണ്ടാവുക. a plus b whole square a minus b whole square ഒക്കെ ഫോർമുല വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. cos square theta. So this is positive 2 sin theta, this is negative 2 sin theta. ക്യാൻസൽ ചെയ്ത് കളയുന്നു. 1 plus 1 എന്താണ് 2 plus 2 sin square theta. ഇവിടെ ഒരു sin square theta ഉണ്ട്, ഇവിടെ ഒരു sin square theta ഉണ്ട്. That is 1 plus 1 2 sin square theta division cos square theta. Or 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ we can get it as 1 plus sin square theta division cos square theta അല്ലെ. ഓക്കെ, തീർന്നിട്ടില്ല. ഇത് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇത് ഈ ഒരു ഫോർമാറ്റിലാണ്. എക്സ് പ്ലസ് വൈ ബൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ സെഡ് എന്ന് എഴുതാം, വൈ ബൈ സെഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഡിനോമിനേറ്റർ ഇസ് കോമൺ ഫോർ ബോത്ത് ദ ന്യൂമറേറ്റേഴ്സ്. സോ 1 ബൈ കോസ് സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? സീക്ക് സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ത് എഴുതാം? ടാൻ സ്ക്വയർ എഴുതാം. നമുക്ക് ആൻസർ നോക്കി നോക്കാം. RHSൽ ഈ ഒരു ഡിനോമിനേറ്റർ ടേം എക്സസ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് LHS സോൾവ് ചെയ്തപ്പോൾ കിട്ടി അല്ലെ. ദാറ്റ് ഇസ് 2 × 6 സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വരെ കിട്ടിയിട്ടുണ്ട്. RHSൽ ഈ ഒരു ടേം എന്തായിട്ട് വന്നിരിക്കുകയാണ്? എക്സസ് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ അത് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ LHS നമുക്ക് കിട്ടിയിട്ടാ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സോൾവ് RHS. ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മാറ്റുന്നില്ല, നമുക്ക് ലാസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് RHS എടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടാ? ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം എത്തിക്കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. 2 × 6 സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവിഷൻ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് 1 അല്ലെ. അപ്പൊ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റനെ നമുക്ക് എന്താക്കി മാറ്റാം? 1 എന്നാക്കി മാറ്റാം. ദാറ്റ് ഈസ് 2 × 6 square theta plus tan square theta division 1, or it is simply 2 × 6 square theta plus tan square theta. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS. ഇത് തന്നെയാണ് LHS കിട്ടിയ, ഇത് തന്നെ നമുക്ക് എന്തും കിട്ടി? RHS ആണെന്നും കിട്ടി. Therefore, if we are simplifying LHS and RHS separately, we have got that LHS is equal to RHS. So നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.